കെ അജിത്, ജി സുധാകരൻ, ഐഷ പോറ്റി, എസ് രാജേന്ദ്രൻ അങ്ങനെ ഇടതുമുന്നണി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ചേക്കേറുന്ന MLA-മാരുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. എന്നാൽ കെ സുധാകരൻ ഇപ്പോൾ രാഷ്ട്രീയം വിടുന്നതിന് പിന്നിൽ അതിൻ്റേതായ ചില പ്രത്യേകതകളുമുണ്ട്. അദ്ദേഹം 60 വർഷമായി പ്രവർത്തിച്ചു പോന്ന അല്ലെങ്കിൽ വിശ്വസിച്ചു പോന്നിരുന്ന ആ പ്രസ്ഥാനം, അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ, ആ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയെ തള്ളിപ്പറയാതെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ നിന്നും അദ്ദേഹം മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സ്വതന്ത്രനായി മത്സരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ വേണ്ട എന്നല്ല. ചുവരെഴുത്തുകൾ ഉണ്ടാവില്ല, കൺവെൻഷനുകൾ ഉണ്ടാവില്ല, ആളെ കൂട്ടിയുള്ള ഒരു പരിപാടികളും ഉണ്ടാകില്ല. തന്നെ അറിയാവുന്നവർ തനിക്ക് വോട്ട് ചെയ്യുക, അതും പാർട്ടിയെ ശരിയായ പക്ഷത്തേക്ക് നയിക്കുന്നതിന് വേണ്ടി എന്നാണ് ജി സുധാകരൻ പറയുന്നത്. എന്തായാലും തീരുമാനം വലിയ തരത്തിലുള്ള ഞെട്ടലാണ് CPIM-ൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി ഒരിക്കൽ പോലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. വ്യത്യസ്തമായ ശൈലിയിൽ പ്രവർത്തിക്കുന്ന നേതാവ്, എല്ലായ്പ്പോഴും പാർട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്ന നേതാവ്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവ്, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന നേതാവ്, അങ്ങനെ ജി സുധാകരന് പെരുമകൾ വളരെ വലുതായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായി ചെയ്തു തീർക്കുമായിരുന്നു. മന്ത്രിയായിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള കൊള്ളകളെയും ഇല്ലാതാക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വലിയ തരത്തിൽ പ്രശംസ പിടിച്ചുപറ്റി. അങ്ങനെയുള്ള ഒരു നേതാവ് എങ്ങനെ CPIM രാഷ്ട്രീയം വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ജി സുധാകരൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. പാർട്ടി ദേശീയ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പിന്തിരിയണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ജി സുധാകരൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരിയെന്ന പക്ഷത്തേക്ക് ഉറച്ചു നിന്നു. താൻ വിശ്വസിച്ച പാർട്ടിയും പ്രസ്ഥാനവും ഇപ്പോഴും ഒപ്പമുണ്ട്. പക്ഷേ ചില ആളുകൾ തന്നെ വല്ലാതെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവനെ പോലെ കാണുന്നു എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള അവഗണനകൾ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് ജി സുധാകരൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഒരു പ്രത്യേക ഘടകം തുടങ്ങി അതിലെ അംഗമാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം അംഗത്വം പുതുക്കുന്നതിന് വേണ്ടി ജി സുധാകരൻ തയ്യാറാകുന്നില്ല. ഇതോടുകൂടിയാണ് വിവിധ തരത്തിലുള്ള വിവാദങ്ങളും ഉടലെടുക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ നിലപാടുകൾക്കെതിരെ അദ്ദേഹം ശക്തനായി പാർട്ടി വിട്ട് പുറത്തു വന്ന് നിൽക്കുന്നു. പക്ഷേ പാർട്ടിയെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ് ജി സുധാകരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജി സുധാകരനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ കോൺഗ്രസും തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനൊപ്പം ജി സുധാകരൻ പോകുമോ ഇല്ലയോ എന്നാണ് CPIM നോക്കിക്കാണുന്നത്. കാരണം ജി സുധാകരൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മരണം, ഭുവനേശ്വറിൻ്റെ മരണം. പന്തളം NSS കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഭുവനേശ്വരൻ, കൊല ചെയ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് വിശ്വസിക്കുന്നതും ആ കേസുകൾ പറയുന്നതുമെല്ലാം. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് ജി സുധാകരൻ പോകുമോ ഇല്ലയോ എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. എന്തായാലും ശരി തന്നെ, പാർട്ടിക്ക് വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി ജി സുധാകരനിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അത് അമ്പലപ്പുഴ മാത്രമായിരിക്കത്തില്ല, ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും ഈ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വം വളരെ ആലോചിച്ചായിരിക്കും ഇനി മുന്നോട്ട് നീങ്ങുക. എങ്കിലും ജില്ലാ നേതൃത്വം ജി സുധാകരനെ തള്ളിപ്പറയുന്നില്ല. തെറ്റുകൾ തിരുത്തിയാൽ തിരിച്ച് പാർട്ടിയിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയെയും തള്ളിപ്പറയുന്നില്ല. പിന്നെ എവിടെയാണ് പിശക് പറ്റിയത്? പാർട്ടി ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കാം.